ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. ശാരദാമ്മയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. വിഷ്ണു ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെന്നും തുടർന്ന് നടന്ന കാര്യങ്ങളും ഒക്കെ തന്നെ പിള്ളച്ചേട്ടൻ സത്യഭാമയോട് പറയുകയാണ്. ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഭാമ. പണ്ടായിരുന്നെങ്കിൽ സത്യഭാമയുടെ മകനെ അറസ്റ്റ് ചെയ്യാൻ ആർക്കും ഒരു ധൈര്യവുമില്ലായിരുന്നു. എന്നാലേ ഇപ്പോഴങ്ങനെയല്ല. അവനാണ് ബന്ധങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് പോയത്. അതുകൊണ്ട് ഇനിയെന്നും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നും ദേഷ്യത്തോടെ പറയുകയാണ് സത്യഭാമ. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ്. വിഷമിച്ചിരിക്കുന്ന ശാരികയുടെ അടുത്തേക്ക് ചെന്നിട്ട് ശ്യാമ പറയുകയാണ്, നിങ്ങളാണോ ഹോട്ടൽ നടത്താൻ പോയിരുന്നത്? നിങ്ങളല്ലേ ആ സ്കൂൾ കുട്ടികളുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയതും അവരെ കൊല്ലാൻ നോക്കിയതും? ഇപ്പോഴേ നിങ്ങൾ കാരണം നമ്മുടെ പാവം അമ്മയാണ് കഷ്ടപ്പെടുന്നത്. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഊമയെ പോലെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? എൻ്റെ അമ്മയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, ഹോട്ടലല്ല നിങ്ങളെ ആകും ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നത്. അതേസമയം അങ്ങോട്ടേക്ക് മദ്യപിച്ച് ലക്ക് കേട്ട് രാജീവ് വരികയാണ്. തുടർന്ന് ശാരികയെ ബാലേന്ദ്രനെ ചേർത്ത് കുറെ അനാവശ്യങ്ങൾ പറയുകയാണ് രാജീവ്. മനുഷ്യന് മര്യാദയ്ക്ക് കോളേജിൽ പോകാനും സാധിക്കുന്നില്ല. ചായ കുടിക്കാനായി ഒരു കടയുടെ മുന്നിലേക്ക് പോലും പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തിരിക്കുക. ഇനി മുതൽ ഈ താലി നിന്റെ കഴുത്തിൽ വേണ്ടെന്ന് പറഞ്ഞ് ശാരികയുടെ കഴുത്തിലെ താലി വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ് രാജീവ്. തുടർന്ന് ശാരിക ദേഷ്യത്തോടെ പറയുകയാണ്, കൈയെടുക്കടോ. അങ്ങനെ രാജീവ് താലിയിൽ നിന്നും പിടിമാറ്റുമ്പോൾ ശാരിക തൻ്റെ താലിയിൽ പിടിച്ചിട്ട് പറയുകയാണ്, തനിക്ക് ഇതല്ലേ വേണ്ടത്, ഇന്നാ എന്ന് പറഞ്ഞ് ശാരിക തൻ്റെ താലി പൊട്ടിച്ച് രാജീവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. തുടർന്ന് ശാരിക പറയുകയാണ്, ബന്ധം തീർന്നല്ലോ, ഇനി മേലാൽ ബന്ധവും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരരുത്. അത്രയും പറഞ്ഞ് രാജീവിനെ അവിടെ നിന്നും ആട്ടിയിറക്കുകയാണ് ശാരിക. അങ്ങനെ രാജീവ് വിഷമത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ശ്യാമയെ നോക്കിക്കൊണ്ട് ശാരിക ചോദിക്കുകയാണ്, നിനക്കെന്താ എന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കണോ? കത്തിക്കടി. ഇത് കേൾക്കുന്ന ശ്യാമ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുമ്പോൾ രാജീവ് തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ശാരിക. ശാരികയും രാജീവും അവരുടെ കല്യാണം നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നു. അതേസമയം ശാരികയെ കാണാനായി ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരികയാണ്. തുടർന്ന് ബാലേന്ദ്രൻ ശാരികയുടെ അടുത്തേക്ക് എന്ന് പറയുകയാണ്, ശാരികയെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ആ വിഷ്ണുവിനെ പോലീസ് പൊക്കിയിട്ടുണ്ട്. അവന്റെ എല്ലിന്ന് വെള്ളമാകും. പിന്നെ ശാലിനിയെ സിവിൽ സർവീസിന്റെ പരീക്ഷ എഴുതാൻ പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞിറങ്ങിയാലേ അവളെയും പൊക്കുമെന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ ശാരിക ചോദിക്കുകയാണ്, അവള് എക്സാം എഴുതാൻ പോയെന്നോ? അപ്പോൾ അവള് കളക്ടർ ആകുമെന്ന് ശാരിക പറയുമ്പോൾ ബാലേന്ദ്രൻ വിഷ്ണു പോലീസിന്റെ ജീപ്പില് ശാലിനിയെ കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുന്ന ശാരികയ്ക്ക് രാജീവ് തന്റെ താലി പൊട്ടിച്ച കാര്യം ഓർമ്മ വരുന്നു. തുടർന്ന് ശാരിക ദേഷ്യത്തോടെ പറയുകയാണ്, അവള് കളക്ടറാകാൻ പാടില്ല ബാലേട്ട. ഇപ്പോൾ ഞാൻ ചെയ്തതാ ശരിയെന്ന് ശാരികയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ ബാലേട്ടൻ ചെയ്തത് 100% ശരിയാണെന്ന് ശാരിക പറയുന്നു. ശാരിക എൻ്റെ കൂടെ നിന്നാ മതി, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാമെന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ ഞാനതിന് ബാലേട്ടൻ്റെ കൂടെ തന്നെയാണല്ലോ നിൽക്കുന്നതെന്ന് ശാരിക പറയുന്നു. അങ്ങനെയല്ല, ഡീപ്പായിട്ട് നല്ല ആത്മാർത്ഥതയോടെ നിൽക്കണമെന്നാ ഞാൻ പറയുന്നത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് ശാരിക പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ശ്യാമക്കുറുപ്പ് മാഷിനെ കാണാൻ പോയിരിക്കുകയാണെന്ന് ശാരിക പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ്, നമ്മൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നാ നാട്ടുകാരൊക്കെ പറയുന്നത്. നമ്മുടെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ലെന്ന് നമുക്കറിയാമല്ലോ എന്ന് ശാരിക പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ്, എന്നാലേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിലോ? എൻ്റെ ചേച്ചി രാജേശ്വരിക്ക് മണ്ണായിരുന്നു വീക്ക്നെസ്. പക്ഷേ എനിക്കങ്ങനെയല്ല, എൻ്റെ കാര്യം വേറെയാ. ഇത് കേൾക്കുന്ന ശാരിക ഒരു ഞെട്ടലോടെ ബാലേന്ദ്രനെ നോക്കുകയാണ്. ശാരിക അന്നെന്നോട് പണം കടം ചോദിക്കാൻ വന്നപ്പോൾ തന്നെ എനിക്ക് ശാരികയോട് താല്പര്യമുള്ള കാര്യം ഞാൻ പറഞ്ഞതല്ലേ? അത് വെച്ചാ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഞാൻ ചുളയിറക്കിയത്. ശാരികയുടെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചു തരുമ്പോൾ ശാരിക എൻ്റെ ചെറിയ ചില ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരണ്ടേ? ഇത് കേൾക്കുന്ന ശാരിക ഒരു ഞെട്ടലോടെ ബാലേന്ദ്രനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.